നമ്മുടെ കുട്ടികളൊക്കെ കൊറിയൻ സംസ്കാരത്തിലുള്ള പിന്നെ കലാരൂപങ്ങളിലേക്കും അതുപോലെ സംസ്കാരത്തിലേക്കും വേഷത്തിലേക്കും ഭക്ഷണത്തിലേക്കും ഒക്കെ പോകുന്നു. ധാരാളം കുട്ടികൾ ഗെയിമുകൾക്കൊക്കെ അഡിക്റ്റഡ് ആകുന്നു. ഒരുപാട് കച്ചവടങ്ങൾ സൈബർ ഇടങ്ങളിൽ നടക്കുന്നു. നമ്മുടെ കുട്ടികളെ ഉന്നം വെച്ചുകൊണ്ടുള്ള വലിയൊരു ചന്ത തന്നെ രൂപപ്പെട്ടു വരുന്നു. ഇതിൻ്റെ ബലിയാടുകളായി ഒരുപാട് കുടുംബങ്ങളും കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വളരെ വളരെ ഗൗരവമായി ഇതിനെ കൈകാര്യം ചെയ്യാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ ഓരോ കുടുംബങ്ങളും അതാത് കുടുംബങ്ങളെ കുറേ കൂടി സ്ട്രോങ് ആയിട്ട് നിലനിർത്താനുള്ള പരിശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ വലിയ വലിയ വില കൊടുക്കേണ്ടി വരും, ഒരു സംശയമില്ല. ഇന്ന് രാവിലെ ഒരു വാർത്ത കണ്ടത് 3 പെൺകുട്ടികളാണ്, സഹോദരികളായ 3 പെൺകുട്ടികളാണ് നോർത്ത് ഇന്ത്യയിലെ ഒരു വീടിൻ്റെ മുകളിൽ നിന്ന് ചാടി പിന്നെ ഗെയിമിനുള്ള അവസരങ്ങൾ മാതാപിതാക്കൾ നിഷേധിച്ചതിൻ്റെ പേരിലാണ് ആ 3 കുട്ടികൾ ആത്മഹത്യ ചെയ്തത്. ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവാതിരിക്കട്ടെ. പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതൊക്കെ അടുത്ത വീട്ടിലേ ഉണ്ടാവൂ. ഒരിക്കലുമല്ല, ഇത് നാളെ നമ്മുടെ വീട്ടിൽ സംഭവിക്കാം. എല്ലാവരും കുറേ കൂടി ഒന്ന് ഇഴയടുത്ത് ഇതിനെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് പ്രതിരോധിക്കാൻ ഒരു വലിയ ശ്രമം, അതിനെപ്പറ്റിയാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ചോറ്റാനിക്കരയിൽ ഒരു പെൺകുട്ടി കൊറിയയിലെ സുഹൃത്തിനെ നഷ്ടപ്പെട്ടതിന് ഇവിടെ ജീവനൊടുക്കിയത്. ഇന്ന് അതിലും ഭീകരമായൊരു വാർത്ത കണ്ടുകൊണ്ടാണ് ഇന്നത്തെ പ്രഭാതം പൊട്ടിവിടുന്നത്. നമ്മൾ 3 പെൺകുട്ടികളാണ് നോർത്ത് ഇന്ത്യയിൽ പിന്നെ ഗെയിം കളിക്കാൻ അനുവദിക്കാത്തതിൻ്റെ പേരിൽ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മുടെ രാജ്യത്ത് നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ ഇതുപോലുള്ള സൈബർ ഇടങ്ങളിലൊക്കെ പെട്ടുപോവുകയാണ്. പലതരത്തിലുള്ള ചതിക്കുഴികളിൽ വീഴുന്നു, പലതരത്തിലുള്ള ആസക്തികളിൽ വീഴുന്നു, പലതരത്തിലവർ വഴിതെറ്റുന്നു. ചെറിയ പ്രായത്തിലെ അവരുടെ ജീവിതത്തിൻ്റെ നിലവാരം തകർത്ത് ഭാവിയിലൊരു ഭാരമായി സമൂഹത്തിൽ ധാരാളം കുട്ടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു അപ്പർ മിഡിൽ ക്ലാസ് അതുപോലെ മിഡിൽ ക്ലാസ് ഏരിയയിലുള്ള കുട്ടികളിലാണ് ഇത് ഭയങ്കരമായിട്ട് കാണുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു രാജ്യത്തിൻ്റെ പുരോഗതി എന്ന് പറയുന്നത് ആ രാജ്യത്തെ ചെറുപ്പക്കാരുടെ പുരോഗതിയാണ്, അല്ലെങ്കിൽ ആ രാജ്യത്തെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റാണ്. അല്ലാതെ കുറേ ബിൽഡിങ്ങും റോഡും ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രം ഒരു രാജ്യം മുന്നേറില്ല. എനിക്ക് തോന്നുന്നു ഈ രാജ്യത്ത് അത്തരത്തിലുള്ള ചർച്ചകൾ പോലും നടക്കുന്നില്ല. നമ്മുടെ കേരള സംസ്ഥാനം എടുത്തു നോക്കി, ഇവിടെ പിന്നെ വളരെ ബാലിശമായ കാര്യങ്ങളുടെയൊക്കെ പുറകിനാണ് ദൈനംദിനമായിട്ട് നമ്മുടെ വാർത്താ ചാനലുകളും രാഷ്ട്രീയവും മതങ്ങളും ഒക്കെ പോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന യുവശക്തിയെക്കുറിച്ചുള്ള യാതൊരു കാര്യമായ ചിന്തകളും ഇവിടെ നടക്കുന്നില്ല. കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ഇടയിലൊക്കെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഭയങ്കരമായൊരു കൊറിയൻ അധിനിവേശം നമ്മുടെ കുട്ടികളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കൊച്ചു രാജ്യം ഒന്നാലോചിച്ച് നോക്കി, ആ രാജ്യം നമ്മുടെ നാട്ടിലെ കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് കീഴടക്കുന്നു. അവിടുത്തെ ഭക്ഷണം, അവിടുത്തെ വേഷം, അവിടുത്തെ സംസ്കാരം, അവിടുത്തെ കലകൾ, അവിടുത്തെ പാട്ട്, അവിടുത്തെ ഡ്രാമയും സിനിമയും ഒക്കെ ആ കുട്ടികളെ ഭയങ്കര ആസക്തിയിലേക്ക് നയിക്കുകയാണ്. അതിൽ പെടാത്ത കുട്ടികൾ പിയർ പ്രഷർ കാരണം അതിനകത്ത് പെട്ടുപോവുകയാണ്. കാരണം പലരും പറയുന്നത്, എൻ്റെ കൂട്ടുകാരൊക്കെ അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് മാത്രം അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിൽ കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിലെ ഈ ആസക്തിയിലൊക്കെ ചെന്ന് പെടുന്നെങ്കിൽ അവിടെ അടിസ്ഥാനപരമായി നമ്മൾ ഒരുപാട് തിരുത്തലുകളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും പ്രധാനമായൊരു കാര്യം നമ്മുടെ കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. ലോകരാജ്യങ്ങളിലൊക്കെ കുടുംബങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ധാരാളം സാമൂഹിക പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള യാതൊരു പ്രവർത്തനവുമില്ല. നമ്മുടെ വീടുകളിൽ കുട്ടികളുമായിട്ട് നമ്മുടെ സംസ്കാരവും നമ്മുടെ ഭാഷയും നമ്മുടെ കലയും നമ്മുടെ ജീവിത രീതികളുമൊക്കെ ഒരു അഭിമാനമായി കുട്ടികളിൽ വളർത്താൻ തന്നെ നമ്മൾ പിന്നെ പരാജയപ്പെടുന്നതുകൊണ്ടാണ് മറ്റ് കാര്യങ്ങളുടെയൊക്കെ പുറകിന് കുട്ടികൾ പോകുന്നത്. അതുപോലെ തന്നെ ഒരു 7ാം ക്ലാസ് വരെ ഈ ടെക്നോളജി ഒന്നും ഇല്ലാതെ തന്നെ കുട്ടികളെ പഠിപ്പിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ ടെക്നോളജി വിറ്റഴിക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ ലോകത്തിലേക്ക് ഇത്തരം ടെക്നോളജികളൊക്കെ സ്കൂളിൽ കൂടിയൊക്കെ കയറി വരികയാണ്. പിന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ പിന്നെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് പ്രോജക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു പരിധിവരെ നമ്മൾ നിർത്താൻ തയ്യാറാവണം. ഒരു രാജ്യത്തെ രക്ഷിക്കണമെങ്കിൽ ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ വിദ്യാഭ്യാസത്തിലെങ്കിലും ഇത്തരത്തിലുള്ള വൈഫൈയും ടെക്നോളജിയും ഒക്കെ കുറച്ചൊന്ന് മാറ്റിപ്പിടിക്കുകയും ഒരു 7ാം ക്ലാസ്സിന് ശേഷം കുട്ടികൾ ഒരു ആരോഗ്യപരമായ ഇതിനെയൊക്കെ സമീപിക്കാൻ കഴിയുന്നൊരു പ്രായമാകുമ്പോൾ അവരെ ടെക്നോളജിയിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതിന് അപവാദമായിട്ട് പറയുന്ന ലോകത്ത് ടെക്നോളജി സാവി ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവണമെങ്കിൽ ചെറിയ പ്രായത്തിലേ അവർക്ക് ഇത് കൊടുത്താലേ പറ്റുള്ളൂ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ന് ലോകത്തെ ടെക്നോളജിയെ നയിക്കുന്ന പല മനുഷ്യരും ഇന്ത്യയിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ പോലും കാണാതെ വിദേശത്ത് ചെന്ന് അത് സ്വായത്തമാക്കി ലോകത്തെ നയിക്കുന്നവരാണ്. പിന്നെ
അല്ലാതെ കൊച്ചിലെ ഇത് ടെക്നോളജി പഠിക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അവർക്ക് സയൻസും പിന്നെ കണക്കുമൊക്കെ നന്നായിട്ട് പഠിച്ച കുട്ടികളാണ്, ബുദ്ധി ഡെവലപ്പ് ചെയ്ത കുട്ടികളാണെങ്കിൽ ഏത് പ്രായത്തിലും അവർക്ക് ടെക്നോളജിയെ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. അതൊന്നും ഒരു വലിയ വിഷയമല്ല. പക്ഷെ ഇവിടെ കച്ചവടങ്ങൾ നടക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലെ കുട്ടികളിലേക്ക് ഇതെല്ലാം കൊണ്ടുവരികയും അതിലൂടെ കുട്ടികൾ വലിയ ഇപ്പോൾ ഈ കൊറിയൻ ഇതെന്ന് പറയുന്നതിന് വലിയൊരു കച്ചവടമാണ്. ഇതെല്ലാം കച്ചവടങ്ങളാണ്. പലതരത്തിലുള്ള സംസ്കാരങ്ങളും ഗെയിമുകളും എല്ലാം കച്ചവടങ്ങളാണ്. ഈ കച്ചവടത്തിൻ്റെ ഇരകളായി കുട്ടികൾ മാറാതിരിക്കാൻ മാതാപിതാക്കൾ ആദ്യം ശ്രദ്ധിക്കുക. മാതാപിതാക്കൾ പണമുണ്ടാക്കുകയും തിരക്ക് കൂട്ടുകയും ചെയ്യാതെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു ക്വാളിറ്റി ടൈം കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പ്രത്യേകിച്ച് സർക്കാരും മറ്റുമൊക്കെ ഒരു ഫ്ലെക്സ് ടൈം സ്ഥാപനങ്ങളിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാലം കഴിഞ്ഞു. അച്ഛനും അമ്മയും രാവിലെ മുതൽ കുട്ടികളെ ഒറ്റയ്ക്കിട്ടിട്ട് പോകുന്ന ഒരു സംവിധാനത്തിൽ കുട്ടികൾക്ക് വലിയ കുറവുകളുണ്ടാകും. അപ്പോൾ ഒന്നുകിൽ നേരത്തെ പോയി ജോലി ചെയ്യാനോ അല്ലെങ്കിൽ ഇച്ചിരി ലേറ്റായിട്ട് പോയിട്ട് താമസിച്ച് വരാനോ ഒക്കെ പറ്റുന്ന സംവിധാനമാണ് ഫ്ലെക്സ് ടൈം എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഓഫീസുകളിലും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലും ഒക്കെ ഒരു ഫ്ലെക്സ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൂടുതൽ സമയം ചെലവഴിക്കാനുള്ളൊരു അവസരം ഉണ്ടാവും. ഇതൊക്കെ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ എടുക്കേണ്ട ശക്തമായ സ്റ്റെപ്പുകളാണ്. അപ്പോൾ അത്തരത്തിൽ അതുപോലെ തന്നെ അച്ഛനും അമ്മയും ഫുൾ ടൈം ജോലിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ക്വാളിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ അവിടെ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ കുറച്ച് സാവകാശമുള്ളൊരു ജോലിയിലേക്കോ അല്ലെങ്കിൽ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്കോ അല്ലെങ്കിൽ കുറച്ചുകൂടെ അടുത്തുള്ളൊരു ജോലിയിലേക്കോ ഒക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. ലോകത്തെല്ലാം നേടിയിട്ട് മക്കളെ നേടാനിരുന്നാൽ ചിലപ്പോൾ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക. അപ്പോൾ അതിന് ചില സാക്രിഫൈസുകളൊക്കെ എല്ലാവരും എടുക്കേണ്ടി വരും. കുട്ടികളുമായിട്ട് സമയം ചെലവഴിക്കുകയും കുട്ടികളുടെ മനസ്സിലൂടെയൊക്കെ കടന്നു പോകുന്ന കാര്യങ്ങൾ, അവർ ഇടപെടുന്ന കാര്യങ്ങൾ, അവരുടെ ചിന്തയിലൂടെ സഞ്ചരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ മനോവ്യാപാരങ്ങൾ, ഇതൊക്കെ ചെറിയ പ്രായം മുതലേ കേൾക്കാനും തിരുത്താനും ക്രമീകരിക്കാനും ഒക്കെ കഴിയുന്ന വീടുകളിൽ ഇത്തരത്തിലുള്ള ആസക്തിയിലേക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും കുട്ടികൾ അധികം കടന്നു ചെല്ലുന്നില്ല. ഇതിൻ്റെ വേറൊരു വലിയ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്ന സൈറ്റുകളിലൊക്കെ, ഈ ഗെയിം സൈറ്റുകളിലായാലും ഈ കൊറിയൻ ഇതിലൊക്കെ ആണെങ്കിലും ഒരു ഡോപ്പമിൻ റഷിന് വേണ്ടിയാണ് ഈ കുട്ടികളൊക്കെ അതിൻ്റെ പുറകിന് പോകുന്നത്. ഒരു അംഗീകാരം കിട്ടാനും സ്പീഡ് കിട്ടാനും പലതരത്തിലുള്ള ഒരു ആസക്തി ലഭിക്കുന്ന സൈറ്റുകളാണ് ഇതൊക്കെ. വലിയ സപ്പോർട്ടും റെക്കഗ്നീഷനും അംഗീകാരമൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊക്കെ വീണ് പോകും. ഇത് വീടുകളിൽ കുട്ടികൾക്ക് അംഗീകാരവും സ്നേഹവും കിട്ടാതിരിക്കുന്നതാണ് ഇതിന് വലിയൊരു കാരണം. നമ്മുടെ ഇന്ത്യയിൽ പൊതുവേ കേരളത്തിലൊക്കെ കാണുന്നൊരു കാര്യം, മാർക്കിൻ്റെയും പഠിത്തത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുട്ടികളെ വിലയിരുത്തുന്നത്, മറ്റു കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റും കേരള ഗവൺമെൻറ്റും ഒക്കെ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം കുട്ടികളുടെ മാർക്കെന്ന് പറയുന്ന ഒരു പേഴ്സണൽ മാറ്ററായിട്ട് മാറണം. ഇത് സ്കൂളുകളെയും ക്രമീകരിക്കാൻ വളരെയധികം സാധിക്കും. കുട്ടികളുടെ മാർക്ക് അതുപോലെ A+ ഇതൊക്കെ അഡ്വർടൈസ് ചെയ്ത് ഒരു അൺഹെൽത്തി കോമ്പറ്റീഷൻ സമൂഹത്തിൽ നടക്കുന്നത് ആദ്യം അവസാനിപ്പിക്കണം. കുട്ടികളുടെ മാർക്കെന്ന് പറയുന്നത് അവരുടെ ഒരു സ്വകാര്യമായ കാര്യമാണ്. അത് പുറത്ത് പ്രദർശിപ്പിക്കാനോ പുറത്ത് അതിനെപ്പറ്റി ഉത്സവം നടത്താനോ ഉള്ള ഒരു അവസരം ഇവിടെ ഇല്ലാതാക്കണം. നിയമം കൊണ്ട് തന്നെ ഇല്ലാതാക്കണം. കുട്ടികളുടെ പടമെല്ലാം കൂടെ പേപ്പറിൽ കൊടുത്ത് കുറേ പേപ്പറുകാരുടെ കച്ചവടം, എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തുകൊണ്ട് അവരുടെ കുറേ കച്ചവടം, ഇതെല്ലാം ഉണ്ടാക്കുന്നൊരു വലിയ ദുരന്തമുണ്ട്. അനാവശ്യമായൊരു കോമ്പറ്റീഷൻ സമൂഹത്തിലേക്ക് വരുന്നത്. അവിടെയാണ് ബഹുഭൂരിപക്ഷം കുട്ടികൾക്ക് ഒരു അംഗീകാരവും സ്നേഹവും ഒന്നും കിട്ടാതെ പോകുന്നത്. പലപ്പോഴും അവർ കമ്പയർ ചെയ്യപ്പെടുന്നു, അമിതമായ കോമ്പറ്റീഷനിൽ പെട്ടുപോകുന്നു. അങ്ങനെ അവരുടെ മനസ്സിനെ ധാരാളമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ നടക്കുന്നു. കുട്ടികൾക്ക് ആരോഗ്യപരമായിട്ട് വളർന്നു വരട്ടെ, അവർ അടിസ്ഥാനപരമായി നല്ല ശക്തിയുള്ളവരായി വളർന്നു വരട്ടെ. കുട്ടികൾക്ക് കളിയില്ലാത്തതിൻ്റെ കാര്യം എന്താ? ഈ അമിതമായ കോമ്പറ്റീഷന് വേണ്ടി കുട്ടികളെല്ലാം കളിയെല്ലാം നിർത്തി കുട്ടികളെ ഫുൾ ടൈം ട്യൂഷനും കോച്ചിങ്ങും ഇതിനെല്ലാം വിടുകയാണ്. അപ്പോഴത്തേക്ക് കുട്ടികൾക്ക് ആരോഗ്യപരമായി വളരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതാവുന്നു. കളിയും കലയും സാംസ്കാരിക പ്രവർത്തനമൊക്കെ നിർബന്ധമായും കുട്ടികളുടെ പഠനത്തോടൊപ്പം ഉണ്ടാവണം. അതിനെല്ലാം സമയം ക്രമീകരിക്കണം. എല്ലാത്തിനുള്ള അവസരങ്ങൾ എല്ലാ കുട്ടികൾക്കും കൊടുക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയുമായിട്ട് ഒരു കരിയർ സംബന്ധമായ ഒരു ടോക്കിൽ ഇരിക്കുക. ആ കുട്ടിയോട് ഞാൻ ചോദിച്ചു, മോളെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ സ്കൂളിലുണ്ട്? സ്കൂളിൽ ഒരു ആക്ടിവിറ്റി ഇല്ല. ഒരു CBSE സ്കൂളാണ്, ഒരു ആക്ടിവിറ്റി ഇല്ല. ഏത് സിലബസിലുള്ള സ്കൂളുകളായിക്കോട്ടെ, കുട്ടികൾക്ക് ധാരാളമായിട്ട് കളിക്കാൻ, എൻഗേജ് ചെയ്യാൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, ഇതിനൊക്കെയുള്ള അവസരങ്ങൾ, ആരോഗ്യപരമായി വളരാനുള്ള അവസരങ്ങൾ, മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള അവസരങ്ങൾ, അതുപോലെ തന്നെ റെസിഡൻറ്റ് അസോസിയേഷനുകൾ കേന്ദ്രീകരിച്ച്, മതസ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച്, സാമൂഹിക രംഗത്തുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ പേരൻസിന് നല്ല ഗൈഡൻസ് കൊടുക്കണം.
പേരൻസിന് കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തന്നെ അറിയില്ല. എന്താണ് ഈ ക്വാളിറ്റി ടൈം എന്ന് തന്നെ പല പേരൻറ്റിനും അറിയില്ല. പല പേരൻറ്റും ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് പാരൻറ്റിംഗ് ആണ് നടത്തുന്നത്. കുട്ടികൾ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിച്ചാൽ അവരെ സപ്പോർട്ട് ചെയ്യും, നേട്ടങ്ങളില്ലാത്ത കുട്ടികളെ വളരെ മോശമായിട്ട് ഇടപെടും. ഇന്ന് വിദേശത്തുള്ളൊരു 12ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യനുമായിട്ട് ഞാൻ സംസാരിക്കുകയാണ്. +1 പഠിക്കുന്നൊരു പയ്യനാണ്. അവൻ പറഞ്ഞത്, സാറേ ഞാൻ ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഭയങ്കര ഭീകരമായ ഭീഷണിയാണ് അമ്മയും അച്ഛനും കൂടെ നടത്തുന്നത്. അവിടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഇതിൽ പോയില്ലേ അതിശയിക്കാനുള്ളൂ. ആ കുട്ടി ഇപ്പോൾ തന്നെ ഒരു ആസക്തിയിലേക്ക് വീണ് കഴിഞ്ഞു. അപ്പോൾ ഇത് ആരോഗ്യപരമായി വളരാൻ അവസരമില്ലാത്ത കുട്ടികളിലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഗവൺമെൻറ്റിനകത്ത് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരു 7ാം ക്ലാസ് വരെയെങ്കിലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള സാമൂഹ്യ മാധ്യമ സൈറ്റുകളിലൊന്നും പ്രവേശിക്കാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുക. വളരെ ശക്തമായ നടപടികളുണ്ടാവണം രാജ്യത്ത്. സ്കൂളുകളിൽ നിന്നൊക്കെ ഒരു 7ാം ക്ലാസ് വരെ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിപ്പിടിക്കുക. ആരോഗ്യപരമായി ശാരീരികവും മാനസികവും വൈകാരികവും സാമൂഹികപരമായും സൈക്കോളജിക്കലായിട്ടുമൊക്കെ കുട്ടികൾ ആദ്യം ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഡെവലപ്ഡ് ചൈൽഡിൻ്റെ മുകളിലേക്ക് എന്ത് കരിയറും എന്ത് ഫ്യൂച്ചറും ഒക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മാനസികാരോഗ്യം തകർന്ന അല്ലെങ്കിൽ വൈകാരികമായി തകർന്ന കുട്ടികളിൽ നമ്മൾ നാളെ എന്താണ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്? ഇതിൻ്റെ ഒരു ഔട്ട്കം പഠിക്കണ്ടേ? അതിനുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ടോ? നമ്മളൊരു യൂസ്ലെസ് ജനറേഷനെയാണ് ഇപ്പം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നത്. എന്തൊക്കെയോ ഭയങ്കര സംഭവങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അതൊക്കെ അങ്ങോട്ട് നിർത്തുക. കുറേ കൂടി അടിസ്ഥാനപരമായി കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നില്ലെങ്കിൽ നാളെ ഈ കുട്ടികൾ സസ്റ്റെയിൻ ചെയ്യില്ല. പേരൻസിന് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ എന്തെങ്കിലുമൊക്കെ കുത്തി നിറച്ചാലാണ് അവർ മിടുക്കരാകുന്നതെന്നുള്ള തെറ്റിദ്ധാരണകളുണ്ട്. അതിനൊക്കെ നല്ല പേരൻറ്റിങ് ഗൈഡൻസ് ചെറിയ പ്രായം മുതലേ കൊടുത്തു കൊണ്ടുവരണം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പേരൻറ്റ് പറഞ്ഞു, സാറേ ഞങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റായിട്ട് അവനെ അടിച്ചും വഴക്ക് പറഞ്ഞും ഒക്കെ വളർത്തി, അതുകൊണ്ട് 10ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു 10ാം ക്ലാസ് വരെ ചിലപ്പോൾ അത് പ്രയോജനം ചെയ്യും. 11ഉം 12ഉം ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് ബാക്ക് ഫയർ ചെയ്യും, നേരെ വിപരീതമായിരിക്കും അതിൻ്റെ അവസ്ഥ. അപ്പോൾ അതൊന്നും അതിനുള്ളൊരു മാർഗ്ഗമല്ല. പിന്നെ ഏറ്റവും പ്രധാനമായൊരു കാര്യം, നമ്മുടെ വീടുകളിലും സമൂഹത്തിലും സ്കൂളുകളിലും ഒക്കെ മൂല്യബോധവും സംസ്കാരവും ധാർമ്മിക ബോധവും ഒക്കെ പഠിപ്പിച്ച് വളർത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ മൂല്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ സംസ്കാരം, ഇതൊക്കെ വളരെ പ്രധാനമായൊരു കാര്യമാണ്. ഇത് ഇന്ന് വീടുകളിലില്ല, സ്കൂളുകളിലില്ല, സമൂഹത്തിൽ ഒരിടത്തുമില്ല. കാണിച്ചു കൊടുക്കാൻ മാതൃകകളില്ല. വല്ലാത്തൊരു അപജയത്തിലേക്കാണ്. ഒരു സമൂഹം വളരണമെങ്കിൽ അവിടെ നല്ല മാതൃകകളുണ്ടാവണം. ഓരോരുത്തർക്കും ആ ഉത്തരവാദിത്തമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ജീവിതം കുട്ടികൾക്ക് കണ്ടുപിടിക്കാനൊരു മാതൃകയാണ്. ചെറിയ പ്രായം മുതലേ വീടുകളിലൊക്കെ ഒരു അച്ചടക്കവും ചിട്ടയും ക്രമവും ഒക്കെ ആവശ്യമാണ്. തോന്നിയതുപോലെ കുട്ടികളെ വളർത്തിയാൽ നമുക്ക് ആ കുട്ടികളെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, അവർ വളർന്നു വരുമ്പോൾ അവർക്കൊരു അച്ചടക്കമില്ല, അവരിൽ ഒരു മാനേഴ്സ് ഇല്ല, എറ്റിക്വേറ്റ്സ് ഇല്ല, പെരുമാറാൻ അറിയത്തില്ല. ഇത്തരം കുട്ടികൾ ജീവിതത്തിൽ എവിടെയാണ് നാളെ വിജയിക്കാൻ പോകുന്നത്? സ്വാഭാവികമായിട്ടും വീടുകളിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ പ്രായത്തിലെ പരിപോഷിപ്പിക്കണം. സ്കൂളുകളിൽ അതിനുള്ള സൗകര്യങ്ങൾ കൊടുക്കണം, അതിനെ സപ്പോർട്ട് ചെയ്യണം. അല്ലാതെ അധ്യാപകർക്കെതിരെ നടപടിയെടുത്ത് ഈ നല്ല രീതിയിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരെല്ലാം നശിപ്പിക്കാനുള്ളൊരു ശ്രമമാണ്. ഇന്ന് ഒരു സർക്കാർ സ്കൂളിലെ ഒരു അധ്യാപകൻ എന്നോട് പറയായിരുന്നു, അവിടെ റിട്ടയർ ആകാൻ പോകുന്ന ഒരു അധ്യാപകനാണ്. അദ്ദേഹം പറഞ്ഞാൽ, ഞാനൊക്കെ സാറേ ഒരു ഡിസിപ്ലിന് വേണ്ടിയൊക്കെ വളരെയധികം ശ്രമങ്ങൾ ഇന്ന് വിട്ടാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആ രീതിയിലാണ് വളർന്നത്. ഞാൻ അവരെയൊക്കെ ഭയങ്കരമായിട്ട് സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ റിസൾട്ടും എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന അധ്യാപകരെല്ലാം റീലും എടുത്തുകൊണ്ട് നടക്കുകയാണ്. അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് ഒരു ചന്തയുടെ ഭാഗമായി നിൽക്കുന്നതിലാണ് താല്പര്യം. എങ്ങനെയെങ്കിലും കുറേ അഡ്വർടൈസ്മെൻറ്റുകൾ, കുറേ വാർത്തകൾ സൃഷ്ടിക്കുക, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു അവാർഡ് തട്ടിക്കൂട്ടുക, ഇങ്ങനെയൊക്കെയുള്ള വളരെ ബാലിശമായ പ്രവർത്തനങ്ങളിലാണ് ഇന്ന് പല പുതിയ ജനറേഷൻ ടീച്ചേഴ്സും എത്തിപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത് കുട്ടികൾക്ക് ഗുണം ചെയ്യില്ല. ചെറിയ പ്രായത്തിലെ അവരെ എങ്ങനെയാണ് ഒരു ജീവിതം എന്ന് പറയുന്നത്, എങ്ങനെയാണ് ആ ചൈൽഡ്ഹുഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, ആ യൂത്ത് ടൈം എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, എങ്ങനെയാണ് ഒരു സ്ട്രോങ് അഡൽട്ടായിട്ട് മാറേണ്ടത്, ഇതിലൊക്കെ അവർക്ക് നല്ല ദർശനവും കാഴ്ചപ്പാടും മോഡൽസൊക്കെ കൊടുക്കാൻ മാതാപിതാക്കളും സ്കൂളുകളും ഒക്കെ തയ്യാറാവണം. ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വഴിതെറ്റും. പിന്നെ കുട്ടികൾക്ക് സ്കൂളിൽ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും അവർക്കൊരു വാല്യൂ, അവർക്കൊരു റെസ്പെക്റ്റ്, അവർക്കൊരു ഡിഗ്നിറ്റിയൊക്കെ എൻജോയ് ചെയ്യാൻ കഴിയുമ്പോൾ അവർ പുറത്തുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് പോകത്തില്ല. വീട്ടിൽ വില കിട്ടുന്ന ഏത് കുട്ടിയാണ് ലോകത്ത് വില തേടി പോകുന്നത്? സ്കൂളിലെ ഓരോ കുട്ടിക്കും ഒരു വാല്യൂ കണ്ടെത്താനുള്ള അവസരങ്ങളും വേദികളും ഉണ്ടാവണം. ഇത് പഠിക്കുന്ന 4 കുട്ടി മാത്രം എടുക്കാൻ, ബാക്കി കുട്ടികളാണ് ഇങ്ങനെയൊക്കെ പോയി നശിക്കുന്നത്. അപ്പോൾ അവസരങ്ങളും കൂടെ കൂടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വഴിതെറ്റാനുള്ള, വീണു പോകാനുള്ള, കുറഞ്ഞു പോകാനുള്ള സാധ്യതകൾ കൂടുന്നു. അവസരങ്ങൾ ഇന്ന് കൂടുതലാണ്. പണ്ട് അങ്ങനെയുള്ള കുട്ടികൾ വിഷമിച്ച് അവിടെ മാറിയിരിക്കത്തേ ഉള്ളൂ. ഇന്നതല്ല. ഒരു അംഗീകാരമോ സ്നേഹമോ മൂല്യമോ റെസ്പെക്റ്റോ ഒന്നും കിട്ടാത്ത കുട്ടികൾക്ക് വഴിതെറ്റാൻ ഒരുപാട് അവസരങ്ങളുണ്ടാകും. ഇപ്പോൾ സ്കൂളുകളിലൊക്കെ എല്ലാ കുട്ടികളെയും, ഓരോ കുട്ടിയെയും കണ്ടെത്തി ഡെവലപ്പ് ചെയ്ത്
അതിനെ ഒന്ന് പൂർത്തീകരിച്ചെടുക്കുക എന്നുള്ളതാണ് സ്കൂളുകളുടെയൊക്കെ ആ രീതിയിലേക്ക് നമ്മുടെ സ്കൂൾ സിസ്റ്റം തന്നെ കൺവേർജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ടെക്നിക്കലായിട്ട് താല്പര്യമുള്ളൊരു കുട്ടിക്കോ, കളിയിൽ താല്പര്യമുള്ളൊരു കുട്ടിക്കോ, കലയിൽ താല്പര്യമുള്ളൊരു കുട്ടിക്കോ, സാമൂഹികപരമായി താല്പര്യമുള്ള കുട്ടിക്കോ ഒക്കെ വേദികൾ സ്കൂളുകളിലുണ്ടാവണം. പിന്നെന്താണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്? ഇവിടെയാണ് മാറ്റങ്ങളുണ്ടാവേണ്ടത്. കൊറിയ എല്ലാ കുട്ടികളും കൊറിയയുടെ പുറകിന് പോവാണ് എന്ന് പറഞ്ഞിട്ട് ഇനി കഴിഞ്ഞ ദിവസം ഒരു സൈക്കോളജിസ്റ്റ് ഇരുന്ന് പറയുന്നത് കേട്ടു, അപ്പനും അമ്മയും കൂടെ കൊറിയയിലെ കാര്യങ്ങളെല്ലാം പഠിച്ചാൽ അതല്ല നമുക്ക് ആവശ്യം. നമുക്ക് കൊറിയേക്കാളും വാല്യൂ ഉള്ള കൊറിയ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമൊന്നുമല്ല. വളരെ അഴിഞ്ഞാടിപ്പോയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വളരെ ചന്തയിൽ അകപ്പെട്ടു പോയ ഒരു സംസ്കാരത്തിൻ്റെ പ്രതിഫലനമാണ് ആ രാജ്യം. അത് കണ്ടല്ല നമ്മുടെ കുട്ടികൾ വളരേണ്ടത്. നമുക്ക് കുറച്ചുകൂടെ അടുക്കും ചിട്ടയും ഒക്കെയുള്ള കുറച്ചുകൂടെ സസ്റ്റൈനബിളായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മുടെ. ഇനി ഒരു കാര്യം രാഷ്ട്രീയക്കാരോടും കൂടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മുടെ നാട്ടിലെ നല്ലതിനെ ഒന്നും പ്രൊജക്റ്റ് ചെയ്യാനും, നമ്മുടെ നാട്ടിലെ വിലയുള്ളതിനെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യാനും, നമ്മുടെ നാട്ടിലെ ഐക്കൺസിനെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യാനും നമ്മുടെ രാജ്യത്തിനകത്തെ രാഷ്ട്രീയത്തിന് കഴിയുന്നില്ല. ഇവിടെ ജാതിയും മതവും വർഗവും പെറ്റി രാഷ്ട്രീയവും ഒക്കെ വെച്ച് കളങ്ങൾ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനെയും കാലിപ്പിടിച്ച് താഴോട്ടാക്കാനാണ് രാഷ്ട്രീയം ശ്രമിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഉയർന്നു നിൽക്കുന്നവരെ ഉയർന്നവരായിട്ട് കാണാൻ, അത് നമ്മുടെ രാഷ്ട്രീയമാണെങ്കിലും നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിലും, നമ്മുടെ ജാതിയാണെങ്കിലും മതമല്ലെങ്കിലും, നമുക്ക് പ്രതിഭകളായി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള, അവരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനും അവരെയൊക്കെ പ്രകീർത്തിക്കാനും അവർക്കൊക്കെ അവാർഡുകൾ കൊടുക്കാനും അവരെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യാനും ഒക്കെ ശ്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തും വലിയ ഉയർന്നു നിൽക്കുന്ന ഐക്കൺസ് ഉണ്ടാകും. നമ്മുടെ രാജ്യത്തെ എല്ലാത്തിനെയും ചീപ്പാക്കി കളഞ്ഞിട്ട് ഇവിടെ കുറേ അലവലാതി നിലവാരമില്ലാത്ത ചർച്ചകളും പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ട് കുട്ടികൾ വഴിതെറ്റുന്നതിന് വിലപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുമിച്ച് പ്രവർത്തിക്കണം. എല്ലാവരും കുട്ടികൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കുറച്ചൊന്ന് സാക്രിഫൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭ്രാന്ത് പിടിച്ച ഓട്ടമൊന്ന് നിർത്തിയിട്ട് കുറച്ചുകൂടെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്ത് കുഞ്ഞുങ്ങളുടെ രൂപാന്തരത്തിന് വേണ്ടി ഒന്ന് പരിശ്രമിക്കാൻ തയ്യാറാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കഴിയും. ഒരു സംശയമില്ല. അതിന് നമുക്ക് എല്ലാവർക്കും കൈകോർക്കാം. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാതാപിതാക്കൾക്ക് പ്രത്യേകിച്ച് നല്ല പരിശീലനം എടുത്ത് കുട്ടികളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ഒരുപാട് കുട്ടികൾ ഇത്തരം ആസക്തിയിലേക്കൊക്കെ പോയ പല കുട്ടികളും മാനസിക രോഗികളും ഡിപ്രഷനിലേക്കും ഒക്കെ പോകുന്നുണ്ട്. വളരെ നേരത്തെ കണ്ടെത്തി അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കുക. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.